നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് അടച്ച ഹോർമൂസ് കടലിടുക്ക് തുറന്നതോടെ ഇറാൻ ഗതാഗതത്തിന് ഉപാധികൾ വെച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. യുദ്ധത്തിൽ ഇറാൻ പറയുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കണം. കാരണം യുദ്ധത്തിൽ ന്യായം നിൽക്കുന്നത് ഇറാന്റെ ഭാഗത്താണ്. അതേസമയം ട്രംപിന്റെ നിലപാടുകൾ എപ്പോഴും ചതി നിറഞ്ഞതാണ്. അതാണ് ആദ്യം ചർച്ചകൾ നടക്കുന്നതിനിടയിലായിരുന്നു ഇറാനു നേരെ അമേരിക്കയും ഇസ്രയേലും ആക്രമണം നടത്തിയത്. മുതിർന്ന ഇറാൻ നേതാക്കളെ കൊന്നു തള്ളിയപ്പോഴും അമേരിക്ക കരുതിയത് വിജയം തങ്ങൾക്കൊപ്പമെന്നാണ്. എന്നാൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഇറാനെ തകർത്തെറിയാൻ ട്രംപിനോ ട്രംപിന്റെ സൈന്യത്തിനോ ആയില്ല. എന്തായാലും താൽക്കാലിക വെടിനിർത്തലിനെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് താൽക്കാലികമായി തുറന്നു എങ്കിലും ഗതാഗതത്തിന് ഇറാൻ ഉപാധികൾ വെച്ചതായാണ് സൂചന. വിവിധ രാജ്യങ്ങൾ മരവിപ്പിച്ച ഇറാന്റെ സ്വത്ത് വിട്ടു നൽകുന്നതും ഇറാൻ സേനാ വിഭാഗമായ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ സമ്മതം മാത്രം ഇതുവഴി കടന്നു പോകുന്നതിനും അതിൽ ഉൾപ്പെടും. സൈനിക കപ്പലുകൾക്കുള്ള നിരോധനം തുടരുകയും ചെയ്യും. അതേസമയം യുഎസിനും ഇസ്രായേലിനും പുറമെ കൂടുതൽ രാജ്യങ്ങൾ ഹോർമൂസ് കടലിടുക്കിൽ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ നീക്കം തുടങ്ങിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ നടന്ന സമാധാന നീക്കങ്ങൾക്ക് ഒടുവിലാണ് ലെബനിലെ വെടിനിർത്തലും തുടർന്ന് ഇറാന്റെ പ്രഖ്യാപനവും എത്തിയത്. പാക് സൈനിക മേധാവി അസീം മുനീറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ടെഹ്റാനിൽ ഇറാൻ ഭരണകൂട നേതൃത്വവുമായി ചർച്ച തുടരുകയാണ്. യുഎസ് ഇറാൻ ചർച്ചയിലൂടെ അടുത്ത ഘട്ടം അടുത്തയാഴ്ച പാകിസ്ഥാനിൽ നടക്കുമെന്നുള്ള സൂചനകൾ പുറത്തുവരുന്നുണ്ട്. 21-നാണ് താൽക്കാലിക വെടിനിർത്തൽ അവസാനിക്കുന്നത്. നയതന്ത്രങ്ങളുടെ ഭാഗമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സൗദി അറേബ്യ, ഖത്തർ സന്ദർശനത്തിനു ശേഷം തുർക്കിയിലെത്തി. അദ്ദേഹം യുഎസ് പ്രതിനിധികളെ കാണും. സംഘർഷം അവസാനിച്ചാൽ ഹോർമൂസ് വഴിയുള്ള ഗതാഗതം സുഗമവും സുരക്ഷിതവുമാക്കാൻ 50-ലധികം രാജ്യങ്ങൾക്ക് പങ്കാളിത്തമുള്ള ദൗത്യവുമായി മുന്നോട്ടു പോകുമെന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും വ്യക്തമാക്കിയത്. കടലിടുക്ക് സുരക്ഷിതമാക്കാനുള്ള ദൗത്യത്തിൽ സഹായിക്കാമെന്ന് നാറ്റോ യുഎസിനെ അറിയിച്ചു എങ്കിലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സഹായ വാഗ്ദാനം നിരസിക്കുകയായിരുന്നു. ജർമ്മനിയും സഹായ സന്നദ്ധത അറിയിച്ചിരുന്നു. ലെബനിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചതായി ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കപ്പൽ പാത തുറന്ന് ഇറാന്റെ പ്രഖ്യാപനമുണ്ടായത്. ലെബനിൽ ബോംബിടുന്നതിൽ നിന്നും ഇസ്രായേലിനെ നിരോധനം ഏർപ്പെടുത്തിയതായി ട്രംപ് സമൂഹ മാധ്യമത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. യുഎസിന് സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറാൻ ഇറാൻ സമ്മതിച്ചു എന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ പാകിയ മൈനുകൾ യുഎസ് സഹായത്തോടെ ഇറാൻ തന്നെ നിർവീര്യമാക്കി എന്നാണ് ട്രംപിന്റെ പുതിയ അവകാശവാദം. എന്തായാലും ഇറാനുമായി ബന്ധമുള്ള കപ്പലുകളെ ഹോർമൂസിന് പുറത്ത് ലക്ഷ്യമിടുമെന്ന് യുഎസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. എണ്ണ, ലോഹങ്ങൾ എന്നിവയ്ക്ക് പുറമെ സൈനികമായി ഉപയോഗിക്കാവുന്ന ഏതു തരം ഉൽപ്പന്നവും കൊണ്ടുപോകാവുന്ന കപ്പലുകളെ ആക്രമിച്ചിരിക്കും. എന്തായാലും ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ അമേരിക്ക സംഘർഷം ഏതു തലത്തിലെത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.